ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്ട്, എക്സസൈസ് മിത്രശക്തി, CCPA, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, പ്ലേസസ് ന്യൂസ് ആയിട്ട് തായ്ലൻഡ്. അപ്പോൾ അതിലാദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്റ്റിനെ കുറിച്ചാണ്. ഈ ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്റ്റിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലമേറ്റെടുപ്പിൻ്റെ സമയത്ത് ആളുകൾക്ക് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 15 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മളിതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്റ്റ് ഇതിനു മുമ്പ് നമ്മൾ ഡെയിലി ന്യൂസ് അനാലിസിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണെന്ന് മനസ്സിലാക്കുക. ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഐലൻഡാണ് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ ഇപ്പോൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മെഗാ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റാണ് ഈ ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്റ്റ്, അല്ലെങ്കിൽ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് പ്രൊജക്റ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പ്രൊജക്റ്റിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് 4 കോമ്പോണൻസ് ആണ്. ഒന്ന്, ഒരു വലിയ ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലാണ്. അതിൻ്റെ പേരാണ് ഗലാത്തിയ ബേ ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ എന്നുള്ളത്. രണ്ടാമതായിട്ടുള്ളത് ഒരു ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അതുപോലെ തന്നെ 2 ടൗൺഷിപ്പുകളുണ്ട്. ഏകദേശം 3.5 ലക്ഷത്തോളം ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള 2 ടൗൺഷിപ്പുകളുണ്ട്. പിന്നുള്ളത് ഒരു 450 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള ഗ്യാസ് ആൻഡ് സോളാർ ബേസ്ഡ് പവർ പ്ലാന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 4 കോമ്പോണൻസ് ഉൾപ്പെടുന്ന വലിയൊരു പ്രൊജക്റ്റാണ് ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് പ്രൊജക്റ്റ്, അല്ലെങ്കിൽ ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്റ്റ് എന്ന് മനസ്സിലാക്കുക. ഇനി ഈ പറയുന്ന പ്രൊജക്റ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, എന്തുകൊണ്ട് ഈ പ്രൊജക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇതിൻ്റെ ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പോൾ ഈ പ്രൊജക്റ്റ് ആദ്യമായിട്ട് ഇന്ത്യയിൽ പ്രപ്പോസ് ചെയ്യുന്നത് നീതി ആയോഗാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നീതി ആയോഗിൻ്റെ റിപ്പോർട്ടുകൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിനെ ഒരു റീജിയണൽ ആൻഡ് ഗ്ലോബൽ മാരിടൈം എക്കണോമിക്കകത്തുള്ള പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാക്കി മാറ്റാൻ ഈ പ്രൊജക്റ്റിന് സാധിക്കും എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷനും അതുപോലെ തന്നെ പസഫിക് ഓഷനും കൂടിച്ചേരുന്ന സ്ട്രെയ്റ്റ് ഓഫ് മലാക്കയുടെ മൗത്തിലായിട്ടാണ്, അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഫെസിലിറ്റി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഇൻഡോ പസഫിക് റീജിയനിൽ നടക്കുന്ന മാരിടൈം ട്രേഡിനകത്ത്, അത് ഗ്ലോബൽ മാരിടൈം ട്രേഡിൻ്റെ വലിയൊരു പെർസെൻറ്റേജ് നടക്കുന്നത് ഈ മേഖലയിലാണ്. അപ്പോൾ ആ മേഖലയിൽ പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഫെസിലിറ്റി ആയിട്ട്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് മാറാൻ ഇതിലൂടെ ഗ്രേറ്റ് നിക്കോബാറിന് സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, എസ്പെഷ്യലി ഈ പറയുന്ന കാർഗോ ട്രാൻസ്ഷിപ്മെൻറ്റിനകത്ത് ഒരു മേജർ പ്ലെയറായിട്ട് ഇപ്പോൾ കൊളംബോ ഒക്കെ എങ്ങനെയാണോ അതേപോലെ മാറാൻ സാധിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഓഷനിൽ കിടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് സൈറ്റാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സീ പോർട്ടാണ് കൊളംബോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊളംബോക്കും അതുപോലെ തന്നെ മലേഷ്യക്കും സിംഗപ്പൂരിൻ്റെ ഒക്കെ ഇടയിലുള്ള ഒരു ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ളൊരു സ്ഥലമാണ് ഈ പറയുന്ന ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ജിയോഗ്രഫിക്കലായിട്ടുള്ള ഈ ഒരു അഡ്വാൻറ്റേജ് ഇതിനുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ ഇതിൻ്റെ മറ്റൊരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് മലാക്ക സ്ട്രൈറ്റിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. അതായത് ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൻ്റെ ഇടയിലൂടെയാണ് മലാക്ക സ്ട്രൈറ്റ് വഴി ഇന്ത്യൻ ഓഷനിൽ നിന്ന് നമുക്ക് പസഫിക് ഓഷൻ്റെ ഭാഗമായിട്ടുള്ള സൗത്ത് ചൈന സീയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് കാരണമാണ് നമ്മൾ ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളിൽ വലിയ രീതിയിലുള്ള മിലിറ്ററി പ്രസൻസ് ഒക്കെ കുറേ കാലമായിട്ട് ഇന്ത്യ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ആൻഡമാൻ നിക്കോബാർസിൽ മാത്രമാണ് ഇന്ത്യക്ക് ഇപ്പോൾ ഒരു ട്രൈ സർവീസ് കമാൻഡ് ഉള്ളത്, ആൻഡമാൻ കമാൻഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഇത്രയും വലിയ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഫെസിലിറ്റി, ഒരു എക്കണോമിക് പ്രൊജക്റ്റ് നടപ്പിലാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് വളരെയധികം കൂടുതലായിരിക്കും. കാരണം നമ്മുടെ ഇന്ത്യൻ ഓഷൻ റീജിയനിലേക്കുള്ള ചൈനയുടെ കടന്നുകയറ്റം, അല്ലെങ്കിൽ ചൈനയുടെ ഗ്രോവിങ് ഇൻഫ്ലുവൻസിനെയൊക്കെ കണ്ടെയ്ൻ ചെയ്യാൻ ഈ പ്രൊജക്റ്റിലൂടെ നമുക്ക് സാധിക്കും. ഈ പ്രൊജക്റ്റ് അവിടെ വരുന്നതോട് കൂടിയിട്ട് ഇന്ത്യക്ക് അവിടെ കൂടുതൽ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് നടത്താൻ പറ്റും. ഇന്ത്യയുടെ ഒക്കെ മിലിറ്ററി പ്രസൻസ് നമുക്ക് ഗ്രാജുവലിലൂടെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിക് ഇംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇന്ത്യയുടെ ഇൻഡോ പസഫിക് സ്ട്രാറ്റജിയുമായിട്ട് കണക്റ്റഡ് ആണ് ഈ പ്രൊജക്റ്റ് എന്ന് മനസ്സിലാക്കുക. ഇനി ഈ പറയുന്ന പ്രൊജക്റ്റ് നേരിടുന്ന പ്രധാനപ്പെട്ട ക്രിറ്റിസിസംസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഒന്ന്, ഈ ഈ ഐലൻഡിലെ ബയോഡൈവേഴ്സിറ്റിനെ ഇത് നശിപ്പിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം ഈ ഐലൻഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹൈലി ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ഇവിടെ നടക്കുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും
ഇവിടുത്തെ ബയോഡൈവേഴ്സിറ്റിനെ അഡ്വേഴ്സ്ലി അഫക്റ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ പ്രൊജക്റ്റിന് ഉണ്ടാക്കുന്ന എൻവിയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് എത്രത്തോളമാണെന്ന് കൃത്യമായിട്ട് അസസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കംപ്ലയിൻ്റ് ഉണ്ട്. ഈ പ്രൊജക്റ്റിന് എൻവിയോൺമെൻറ്റൽ ക്ലിയറൻസ് അടുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ എൻവിയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് കൃത്യമായിട്ട് നടത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ മൂന്നാമത്തെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇതുണ്ടാക്കുന്ന സോഷ്യൽ ഇമ്പാക്റ്റാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റി ഉണ്ട്, ആ കമ്മ്യൂണിറ്റിനെ ഈ പ്രൊജക്റ്റ് എങ്ങനെ ബാധിക്കുന്നുള്ളതാണ്. സോ ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ഇവിടെ ഡെവലപ്പ് ചെയ്ത് ഇതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 3.5 ലക്ഷത്തോളം ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റുന്ന 2 ടൗൺഷിപ്പുകളൊക്കെ ബിൽഡ് ചെയ്യുമ്പോൾ വലിയ രീതിയിൽ പുറത്തുനിന്നുള്ള ആളുകളുടെ സാന്നിധ്യം ഈ ഐലൻഡിൽ വരും. അപ്പോൾ ഇത് ഈ പറയുന്ന ഗ്രേറ്റർ നിക്കോബാർ ഐലൻഡിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ ജീവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് ഷോംപെൻ എന്ന് പറയുന്ന ട്രൈബൽ ഗ്രൂപ്പ്. സോ ഈ ഇൻഡിജീനസ് ട്രൈബൽ ഗ്രൂപ്പിൻ്റെ ഇത് നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ സർവൈവൽ ഇൻ്റർനാഷണലൊക്കെ പോലുള്ള ഇൻഡിജീനസ് ട്രൈബ്സുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റഡീസ് നടത്തുന്ന ഇൻ്റർനാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഏജൻസി ഉണ്ട്. സോ ഈ സർവൈവൽ ഇൻ്റർനാഷണലിൻ്റെയൊക്കെ കണക്കുകൾ അനുസരിച്ച്, അല്ലെങ്കിൽ അവർ പറയുന്നത് ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഈ ഷോംപെൻ ട്രൈബ്സിൻ്റെ ജനസൈഡിന് കാരണമാകും, അല്ലെങ്കിൽ ഈ ട്രൈബിനെ ഇല്ലാതാക്കാൻ വരെ അത് കാരണമാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രൊജക്റ്റിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ അല്ലെങ്കിൽ ക്രിറ്റിസിസംസ് ആയിട്ട് പറയുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കേസ് ഈ ഒരു ലൊക്കേഷനും കൂടിയാണ്. അതായത് ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുന്നത് ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിനകത്ത് 2 ആർച്ചിപ്പലാഗോസ് ആണുള്ളത്. ഒന്ന് ആൻഡമാൻ ഐലൻഡ്സും 2 നിക്കോബാർ ഐലൻഡ്സും. സോ അപ്പോൾ ഈ നിക്കോബാർ ഐലൻഡ്സ് ആർച്ചിപ്പലാഗോക്കകത്ത് അതിൻ്റെ ഏറ്റവും സദേൺ മോസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഐലൻഡാണ് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ നിക്കോബാർ ഐലൻഡ്സിനകത്തുള്ള ഏറ്റവും വലിപ്പം കൂടിയ ഐലൻഡും കൂടിയാണ് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രധാനപ്പെട്ട റിസർവാണ് ഗ്രേറ്റ് നിക്കോബാർ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹൈലി ബയോഡൈവേഴ്സ്ഡ് ഉള്ളൊരു മേഖലയാണ് ഞാനിതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉള്ളൊരു ഫോറസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഏകദേശം 642 മീറ്ററോളം ഉയരം വരുന്ന ഒരു മൗണ്ടൻ ഇവിടെ ഉണ്ട്. അതിൻ്റെ പേരാണ് മൗണ്ട് തുള്ളിയർ എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഏറ്റവും ഉയരം കൂടിയ മൗണ്ടൻ ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മംഗ്ലോയിഡ് കാറ്റഗറിയിൽ പെടുന്ന ഷോംപെൻ ട്രൈബാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇൻഡിജീനസ് ട്രൈബൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബയോസ്ഫിയർ റിസർവിനകത്ത് തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ട്രൈബൽ റിസർവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്താണ് ഇവർ പ്രധാനമായിട്ടും ജീവിക്കുന്നത്. അപ്പോൾ ഈ ട്രൈബിനെ ഇത് വലിയ രീതിയിൽ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഓപ്പറേഷൻ മിത്രശക്തിയെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഓപ്പറേഷൻ മിത്രശക്തി എന്ന് പറയുന്നത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ നടക്കുന്ന ഒരു ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് ആണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 11 ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ നടക്കുന്ന ഒരു ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് ആണ് ഓപ്പറേഷൻ മിത്രശക്തി എന്ന് മനസ്സിലാക്കുക. ഇതൊരു ആനുവൽ മിലിറ്ററി എക്സസൈസ് ആണ്. അതായത് എല്ലാ വർഷവും ഇത് നടക്കാറുണ്ട്. അത് ഒരു വർഷം ഇന്ത്യയിലാണെങ്കിൽ അടുത്ത വർഷം ശ്രീലങ്കയിൽ എന്നുള്ള രീതിയിൽ ഓൾട്ടർനേറ്റീവായിട്ട് ഇതിൻ്റെ വെന്യൂസ് മാറും. കഴിഞ്ഞ വർഷം ഇന്ത്യയിലായിരുന്നു, ഈ വർഷം ശ്രീലങ്കയിലാണ് അത് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ വർഷം നടന്ന എക്സസൈസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മിത്രശക്തിയുടെ 10th എഡിഷനാണ് ഈ വർഷം നടന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മേ ബി അടുത്ത പ്രാവശ്യമൊക്കെ പ്രിലിംസിന് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അതുകൂടാതെ ശ്രീലങ്കയുമായിട്ട് ചേർന്ന് ഇന്ത്യ നടത്തുന്ന മറ്റൊരു മിലിറ്ററി എക്സസൈസാണ് സ്ലിനെക്സ് എന്ന് പറയുന്നത്. അത് 2 രാജ്യങ്ങൾക്കിടയിലുള്ള നേവീസ് തമ്മിൽ നടക്കുന്ന എക്സസൈസാണ്. ഈ മിത്രശക്തി എന്ന് പറയുന്നത് 2 രാജ്യങ്ങളുടെയും ആർമികൾ തമ്മിലാണ് നടക്കുന്നത്. സ്ലിനെക്സ് നേവൽ എക്സസൈസ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് CCPA അല്ലെങ്കിൽ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയെക്കുറിച്ചാണ്. അപ്പോൾ ഈ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 12 വാർത്തയുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി എന്ന് പറയുന്നത് 2020 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു റെഗുലേറ്ററി ബോഡിയാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി കൂടിയാണെന്ന് മനസ്സിലാക്കുക. 2019 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 അടിസ്ഥാനത്തിൽ 2020 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ യൂണിയൻ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സിൻ്റെ കീഴിലാണ് ഈ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ചീഫ് കമ്മീഷണറും അതുപോലെ തന്നെ 2 അതർ കമ്മീഷണേഴ്സുമാണ്. അപ്പോൾ അതിനകത്ത് ഒരാൾ ഗുഡ്സിനെ കുറിച്ചിട്ടുള്ള കൺസ്യൂമേഴ്സിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റൊരാൾ സർവീസസിലും ആയിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റീസ് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കൺസ്യൂമേഴ്സിൻ്റെ പ്രൊട്ടക്ഷനാണ് ഇതിൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത്.
സോ ഈ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിക്ക് ഒരു ഡയറക്ടർ ജനറൽ ഹെഡ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ വിങ് ഉണ്ട്. അതുപോലെ തന്നെ ഈ കൺസ്യൂമർ റൈറ്റ്സിനുമായിട്ടിൻ്റെ വയലേഷന്, അതുപോലെ തന്നെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ് പോലുള്ള കാര്യങ്ങളിൽ ജില്ലാ കലക്ടർമാർക്കും അന്വേഷണം നടത്താനുള്ള അധികാരം ഈ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ കീഴിലുണ്ട്. അപ്പോൾ ബേസിക്കലി ഇന്ത്യയിലുള്ള കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സിൻ്റെ വയലേഷന്, അതുപോലെ തന്നെ ഒഫൻഡേഴ്സിനെ പ്രോസിക്യൂട്ട് ചെയ്യുക, അൺസേഫ് പ്രൊഡക്റ്റുകൾ, സർവീസസുകൾ ഇതിനൊക്കെ റീകോൾ ചെയ്യുക അല്ലെങ്കിൽ തിരിച്ചു വിളിക്കുക, അതുപോലെ തന്നെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ടും മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ് പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കൾപ്രിറ്റ്സിന് അഗേൻസ്റ്റ് ആയിട്ട് പെനാൽറ്റീസ് ഇമ്പോസ് ചെയ്യുക, ഇത്തരത്തിലുള്ള അധികാരങ്ങളൊക്കെ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ FSSAI കുറിച്ചാണ്. സോ ഇപ്പോൾ ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയെക്കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 12 ഒരു വാർത്തയുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 2006 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് എന്ന് പറയുന്നൊരു ആക്ട് ഉണ്ട്. ആ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതുകൂടാതെ ഇതൊരു റെഗുലേറ്ററി ബോഡി കൂടിയാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിൽ, യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിലാണ് ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത്. സോ ബേസിക്കലി ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ മാനുഫാക്ചറിങ്, സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷന്, സെയിൽസ്, ഇമ്പോർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള റെഗുലേറ്ററി ബോഡിയാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഫുഡ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും ഇവരാണ്. അപ്പോൾ നേരത്തെ ഇന്ത്യയിലുണ്ടായിരുന്ന ഈ ഫുഡ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഫുഡ്സിൻ്റെ സ്റ്റാൻഡേർഡൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ടായിരുന്നു. ആ നിയമങ്ങളൊക്കെ കൺസോളിഡേറ്റ് ചെയ്തിട്ടാണ് ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് എന്ന് പറയുന്ന ആക്ട് 2006 പാസ്സാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. അത് തായ്ലൻഡാണ്. സോ തായ്ലൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം തായ്ലൻഡിൽ അവിടുത്തെ പുതിയ ഗവൺമെൻറ്റിനെ ഇലക്ട് ചെയ്തതായിട്ടുള്ളൊരു വാർത്ത ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഏറ്റവും യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഇലക്ട് ചെയ്തതായിട്ടുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ തായ്ലൻഡിൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ്. അപ്പോൾ ഇവരുടെ ഒഫീഷ്യൽ നെയിം കിങ്ഡം ഓഫ് തായ്ലൻഡാണ്. പണ്ട് കാലത്ത് ഈ പ്രദേശം അറിയപ്പെട്ടുകൊണ്ടിരുന്നത് സിയാം എന്നുള്ള പേരിലാണ്. അപ്പോൾ ഇവർ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ്. ആസിയാനിലെയൊക്കെ ഒരു മെമ്പർ കൺട്രിയാണ് തായ്ലൻഡ് എന്ന് പറയുന്നത്. ആസിയാൻ, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയൊക്കെ മെമ്പറായിട്ടുള്ള ബിംസ്റ്റെക്കിലെയൊക്കെ ഒരു മെമ്പർ കൺട്രിയാണ് തായ്ലൻഡ് എന്ന് പറയുന്നത്. ഇനി തായ്ലൻഡിൻ്റെ അതിർത്തി മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ നോർത്തേൺ സൈഡിലായിട്ട് കിടക്കുന്നത് ഒന്ന് ഇന്ത്യയുടെ അയൽരാജ്യമായിട്ടുള്ള മ്യാൻമാറും മറ്റൊന്ന് ഇൻഡോ ചൈന പെനിൻസുലയുടെ ഭാഗമായിട്ട് കിടക്കുന്ന ലാവോസുമാണ്. ഓക്കെ, ഇനി ഇവരുടെ ഈസ്റ്റേൺ സൈഡിൽ കിടക്കുന്നതും ഒന്ന് ലാവോസും അതുപോലെ തന്നെ മറ്റൊന്ന് കംബോഡിയയാണ്. ഇവരുടെ വെസ്റ്റേൺ സൈഡിലായിട്ട് കിടക്കുന്നത് ഈ പറയുന്ന മ്യാൻമാറിൻ്റെ ഒരു ചെറിയ പോർഷനും അതുപോലെ തന്നെ ആൻഡമാൻ സീയുമാണ്. ഓക്കെ, സദേൺ ഏരിയയിലായിട്ട് കിടക്കുന്നത് ഗൾഫ് ഓഫ് തായ്ലൻഡാണ്. ഓക്കെ, ഗൾഫ് ഓഫ് തായ്ലൻഡും അതുപോലെ തന്നെ മലേഷ്യയുടെ കുറച്ച് ഭാഗങ്ങളുമാണ് ഇവരുടെ സൗത്തിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ തായ്ലൻഡ് സ്ട്രാറ്റജിക്കലി വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഉള്ളൊരു രാജ്യമാണെന്ന് മനസ്സിലാക്കുക. അതായത് ജിയോ പൊളിറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇവർ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി തായ്ലൻഡിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു ചെറിയ ലാൻഡ് മാസാണ്, ഒരു ഇസ്തുമസ് പോലെ കിടക്കുന്ന ഈ ഒരു ലാൻഡ് മാസാണ് ആൻഡമാൻ സീനെയും അതുപോലെ തന്നെ പസഫിക് ഓഷൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ ഓഷൻ്റെ ഭാഗമായിട്ടുള്ള ആൻഡമാൻ സീനെയും പസഫിക് ഓഷൻ്റെ ഭാഗമായിട്ടുള്ള ഗൾഫ് ഓഫ് തായ്ലൻഡിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഒരു ചെറിയ ലാൻഡ് ബ്രിഡ്ജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ചൈനയുടെ പോലുള്ള രാജ്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഈസ്റ്റിൽ കിടക്കുന്ന രാജ്യങ്ങളൊക്കെ വലിയ രീതിയിൽ ഈ ഒരു ലാൻഡ് മാസ് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഇന്ത്യൻ ഓഷനെയും പസഫിക് ഓഷനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ തായ്ലൻഡ് താഴത്ത് കിടക്കുന്ന മലേഷ്യയുടെ സദേൺ എൻഡിലായിട്ട് കിടക്കുന്ന മലാക്ക സ്ട്രൈറ്റിനെയാണ്. അപ്പോൾ അതിന് ഓൾട്ടർനേറ്റീവായിട്ട് ഈ മേഖലയിൽ ഒരു കനാൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള വാട്ടർവേ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ കുറേ കാലങ്ങളായിട്ട് ഇപ്പം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ തായ്ലൻഡിലെ ലാർജസ്റ്റ് സിറ്റിയും അവരുടെ ക്യാപിറ്റലുമായിട്ടുള്ളത് ബാങ്കോക്ക് ആണെന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.